വാർത്തകളിലേക്ക് അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും രാത്രിയിൽ ഒരു സുരക്ഷയുമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ജീവനക്കാർക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണം പതിവായതോടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭീതിയിലാണ്. പ്രശ്നം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിവരങ്ങളുമായി ദിലിഷ ചേരുന്നു. ദിലിഷ, ഇത് ഗൗരവതരമായൊരു പ്രശ്നമാണല്ലോ. പോലീസിനോട് പരാതിപ്പെട്ടിട്ട് പോലും കോഴിക്കോട് പോലൊരിടത്ത് അതിൽ സഹായം കിട്ടിയില്ല, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? എന്താണ് കുട്ടികൾ പറയുന്നത്? തീർച്ചയായിട്ടും സനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജീവനക്കാരും ഉൾപ്പെടെ 1000-ലധികം പേർ ജോലി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ക്യാമ്പസിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ളത്. അത് മാത്രമല്ല, വർഷങ്ങളായിട്ട് ഉള്ള ഒരു അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ക്യാമ്പസിനകത്ത് തന്നെ നമുക്ക് പോയി നോക്കിയാൽ മനസ്സിലാകും, മതിയായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരില്ല, CCTV ക്യാമറകളില്ല, രാത്രിയായി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇത്രയും അധികം ആളുകൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 9 മാസങ്ങൾക്ക് മുൻപാണ് ഒരു വനിതാ PG ഡോക്ടറെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. കാരണം ക്യാമ്പസിനകത്ത് CCTV ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതികളെ പിടികൂടാനാണ്? ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിക്കുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് ക്യാമ്പസിനകത്ത് CCTV ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, മതിയായ സെക്യൂരിറ്റി ജീവനക്കാരില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ തന്നെ പലതവണ മെഡിക്കൽ കോളേജ് അധികൃതരെ ഈ ഒരു സംഭവം പരാതി ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ അത് ഗൗരവകരമായിട്ട് എടുക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. പലതവണ ഈ ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ക്യാമ്പസ് സുരക്ഷാ നയം വേണമെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം മെഡിക്കൽ കോളേജാണ്, പലതരത്തിലുള്ള ആളുകൾ വന്നു പോകും. മാത്രമല്ല, അതൊക്കെ പൊതുവഴിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പലയിടങ്ങളിലും മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്, പൊതുവഴിയെ ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ ഇതുവഴി അജ്ഞാതർ കയറി വരുന്നുണ്ട്. മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്തൊരു ക്യാമ്പസ് സുരക്ഷാ നയം വേണം, തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിനു മുമ്പും പലതവണ പരാതികൾ നൽകിയതാണ്. മാത്രവുമല്ല, മന്ത്രിമാരെ നേരിട്ട് വിദ്യാർത്ഥികൾ തന്നെ, ക്യാമ്പസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് മന്ത്രിമാരെ അടക്കം സമീപിച്ചതാണ്. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ നടപടിയില്ല എന്നുള്ളതാണ് അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം. ക്യാമ്പസിനകത്ത് CCTV ക്യാമറകൾ വേണം, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണം, തങ്ങളുടെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിക്കണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ശരി, ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണത്. വളരെ പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കേണ്ടുന്നൊരു പ്രശ്നവുമാണ്. ആ നിലക്കുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നന്ദി ദിലിഷ, വിവരങ്ങൾക്ക്.